നമസ്കാരം. അമേരിക്ക ഇറാൻ പോര് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം പറയാൻ. ഒരു തരത്തിലും അടങ്ങാത്ത ഇറാനെ അടക്കാൻ ട്രംപ് തന്റെ ആവനാഴിയിലെ അവസാനത്തെ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വലിയ വ്യോമാക്രമണം. വമ്പിച്ച പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ച് 80ഓളം സൈനിക കേന്ദ്രങ്ങളാണ് US സൈന്യം തകർത്തെറിഞ്ഞത്. 10 ദിവസം മുമ്പ് നടന്ന ആക്രമണത്തെക്കാൾ 4-5 ഇരട്ടി പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമയത്താണ് അമേരിക്ക ഈ കടുത്ത സൈനിക നടപടിയിലേക്ക് കടന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന് താൽക്കാലികമായി നൽകിയിരുന്ന എണ്ണ ഉപരോധ ഇളവുകളും അമേരിക്ക പിൻവലിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് US സെൻട്രൽ കമാൻഡ് ഈ മിന്നലാക്രമണം നടത്തിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ താവളങ്ങൾ, തീരദേശ റഡാറുകൾ, ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ കേന്ദ്രങ്ങൾ, ഡ്രോൺ വിക്ഷേപണ താവളങ്ങൾ എന്നിവയ്ക്ക് പുറമെ റവല്യൂഷണറി ഗാർഡിന്റെ 60ഓളം ചെറിയ പട്രോളിംഗ് ബോട്ടുകളും തകർത്തതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനിക നീക്കത്തിന് അനുമതി നൽകിയത്. വ്യോമാക്രമണം മണിക്കൂറുകളോളം നീണ്ടുനിന്നതായും തെക്കൻ ഇറാന്റെ തീരദേശ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിറിക്, ഗഷം ദ്വീപ് എന്നിവിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക നടത്തിയത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിന് അതിശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്നും ഇറാൻ സൈനിക വക്താക്കൾ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ വിദേശ ശക്തികളുടെ ഒരു ഇടപെടലും അനുവദിക്കില്ലെന്ന് ഇറാൻ ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ നിർദ്ദേശിക്കുന്ന സുരക്ഷിത പാതയിലൂടെ മാത്രമേ അന്താരാഷ്ട്ര കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്നും സൈന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അമേരിക്കയുടെ ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒപ്പുവെച്ച ആധാരമായ ധാരണാപത്രത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും പ്രധാന ചർച്ചക്കാരനുമായ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് കുറ്റപ്പെടുത്തി. ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുടെ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഇറാഖിലെ നജാഫിലായിരുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ യാത്ര പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് ടെഹ്റാനിലേക്ക് മടങ്ങി. ഖമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും ഭൗതിക ശരീരങ്ങൾ നജാഫിൽ നിന്നും കർബല വഴി ജൂലൈ 9 ഇറാനിലെ മഷ്ഹദിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. എന്നാൽ ഖമേനിയുടെ മരണശേഷം പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ അയത്തുള്ള മൊജ്തബ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരിയിൽ അച്ഛൻ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മൊജ്തബയ്ക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം ഇറാന്റെ ബുഷേഹർ പ്രവിശ്യയിലെ ഖോർമുസിന്റെ മുകളിൽ വെച്ച് USന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് അറിയിച്ചു. US സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുദ്ധം കനക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.